7.5 നാഴികയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ 7.5 നാഴികയ്ക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഗണ്ടാന്ത ദോഷമുണ്ട്. ഗണ്ടാന്ത ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ജീവിച്ചിരിക്കില്ല. അപ്പോൾ ഇതുപോലെ ദോഷത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി മരിച്ചിരിക്കണം. മരിച്ചില്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയാൽ അയാൾ വലിയ പ്രതാപിയായിട്ട് മാറും. ഈ ഗണ്ഡാന്ത ദോഷം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണത്? അത് ശരിക്കും ഏതെങ്കിലും നക്ഷത്രങ്ങളെ ബാധിക്കാറുണ്ടോ? അത് നക്ഷത്ര ദോഷം തന്നെയാണ്. ഓരോ കുട്ടി ജനിക്കുന്ന ഓരോ നക്ഷത്രത്തിലായിരിക്കും. നമുക്ക് 27 നക്ഷത്രമുണ്ട്, മനസ്സിലായി. ഈ 27 നക്ഷത്രങ്ങളെ രാശിചക്രത്തിൽ നമ്മൾ പിന്നെ നിർത്തിയിരിക്കുക. അപ്പോൾ ഈ നക്ഷത്രത്തിൽ അതിനെ 12 രാശിചക്രത്തെ നമ്മൾ 12 രാശികളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഓരോ രാശിയിലും 2.25 നക്ഷത്രം വെച്ച്, അല്ലെങ്കിൽ ഒരു നക്ഷത്രം മാത്രമല്ല ഒരു രാശിയിൽ നിൽക്കുന്നത്, 2.25 നക്ഷത്രം അവിടെ നിൽക്കുന്നത്. അതായത് 9 പാദം. നമ്മൾ പാദത്തിൻ്റെ കണക്കിലാണ് നമ്മൾ ഇതിനെ നിർത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക. അശ്വതി, ഭരണി, കാർത്തിക എന്നാൽ അശ്വതിയും ഭരണിയും കാർത്തികയുടെ 1-ാം പാദവും നിൽക്കുന്നത് ഇടവത്തിലാണ്. അങ്ങനെ വിഭജിച്ച് 27 നക്ഷത്രങ്ങളെയും 12 രാശികളായിട്ട് നിർത്തിയിരിക്കുക. അപ്പോൾ ഈ എല്ലാ പിന്നെ നമ്മളുടെ നക്ഷത്രങ്ങളും നല്ല നക്ഷത്രമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ദോഷ നക്ഷത്രങ്ങളും ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരു 6 നക്ഷത്രങ്ങളുടെ കൊണ്ടുള്ള ഉപദ്രവങ്ങളെ പറ്റിയാണ് നമ്മൾ ഗണ്ടാന്ത ദോഷം എന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, പിന്നെ അശ്വതി, മകം, മൂലം, അതുപോലെ ആയില്യം, പിന്നെ തൃക്കേട്ട, രേവതി, ഈ 6 നക്ഷത്രങ്ങളുടെ ഇത് ഒന്നിച്ചൊന്നിച്ച് വരുന്നതാണ്. അതായത് പിന്നെ അശ്വതി നക്ഷത്രത്തിന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അശ്വതി നക്ഷത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആ സെയിം ലൈനിൽ വരുന്നത്, അതിൻ്റെ അടിയിൽ വരുന്ന ആയില്യമാണ്. അപ്പോൾ ആയില്യവും അശ്വതിയും കൂടെയാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ദോഷം വരുന്നത്. അതിന് ആ അശ്വതി കഴിഞ്ഞ് വരുന്ന നക്ഷത്രം അശ്വതി, ഭരണി, കാർത്തിക അങ്ങനെ വരും, മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ ഇത് തമ്മിൽ പിന്നെ ഇതുണ്ടാവും, ദോഷമുണ്ടാവും. അശ്വതിയുടെ 1-ാം പാദത്തിലും മകത്തിൻ്റെ 1-ാം പാദത്തിലും മൂലത്തിൻ്റെ 1-ാം പാദത്തിലും ജനിച്ച കുട്ടികൾ, 1-ാം പാദം എന്ന് പറഞ്ഞാൽ 15 നാഴികയാണ്. ഒരു ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 നാഴിക ടോട്ടല്. ആ 60 നാഴിക ഞാൻ പറഞ്ഞ 4 പാദങ്ങളായിട്ട് എടുക്കും. അപ്പോൾ 4 പാദങ്ങളുടെ ദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രത്തിൻ്റെ പാദത്തിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 15 നാഴിക. 15 നാഴികയായിരിക്കും ഉണ്ടാവുള്ളൂ. അതായത് നക്ഷത്രം തുടങ്ങി 15 നാഴികയ്ക്ക് ആ 1-ാം പാദം വരും. അപ്പോൾ ആ 1-ാം പാദം എവിടെ നിൽക്കുന്നത് അതനുസരിച്ച്. അപ്പോൾ അത് അശ്വതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടി ഈ 15 നാഴികയ്ക്കുള്ളിലാണ് ജനിച്ചതെങ്കിൽ അതിന് ഗണ്ടാന്ത ദോഷം ഉണ്ടാവും. അതേപോലെ തന്നെ പിന്നെ മകത്തിൽ 1-ാം ഭാഗത്ത് ജനിച്ചു കഴിഞ്ഞാൽ അതിന് ആയില്യം, മകം. ആയില്യം കഴിഞ്ഞാൽ മകമാണ് ഉണ്ടാകുന്നത്, മനസ്സിലായി. ഇപ്പോൾ ഇത് രണ്ടും ജോഡികളാണ്, ആയില്യം കഴിഞ്ഞ് മകം. അപ്പോൾ ആയില്യത്തിൻ്റെ അവസാന ഭാവം, അതായത് ഞാൻ പറഞ്ഞു 4 പിന്നെ പാദങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ പാദത്തിൻ്റെയും തുടക്കവും ഓരോ പാദത്തിൻ്റെ അവസാനം. അപ്പോൾ ആയില്യത്തിൻ്റെ അവസാന പാദം 15 പിന്നെ ഡിഗ്രി, അത് പിന്നെ ഗണ്ടാന്ത ദോഷമുള്ള സമയം. അതേപോലെ തന്നെ ആയില്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മകത്തിൻ്റെ ആദ്യ 15 നാഴിക, അത് ഗണ്ടാന്ത ദോഷമുള്ള സമയം, മനസ്സിലായി. ഇപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അതായത് ആയില്യത്തിൻ്റെ അവസാനവും മകത്തിൻ്റെ ഇത്. അപ്പോൾ ഈ സമയത്ത് അതായത് ആയില്യത്തിൻ്റെ അവസാന പാദത്തിലും മകത്തിൻ്റെ പിന്നെ ആദ്യ പാദത്തിലും ജനിക്കുന്ന കുട്ടിക്ക് ഗണ്ടാന്ത ദോഷം ഉണ്ടാകും, മനസ്സിലായി. അതേപോലെ തന്നെ തൃക്കേട്ടയുടെ അവസാന ഭാവം, അവസാന പാദം, ആ അവസാന പാദത്തിൽ ജനിച്ച കുട്ടിയും മൂലത്തിൻ്റെ ആദ്യം ജനിക്കുന്ന കുട്ടിക്കും ഗണ്ടാന്ത ദോഷമുണ്ട്, മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക. അതേപോലെ രേവതി അവസാന പാദവും പിന്നെ അശ്വതിയുടെ 1-ാം പാദവും ത്തിലും ജനിച്ചത് കുട്ടിക്ക് ഇതുണ്ടാവും. അതായത് 3.25 നാഴികയ്ക്കുള്ളിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ദോഷം എന്താണെന്നുള്ള നമുക്ക് പറയാം. 3.25 നാഴിക ആണ് ശരിക്കുള്ള ദോഷം എന്ന് പറയുന്നത്. ആചാര്യന്മാരങ്ങനെയാണ് പറയുന്നത്. അതായത് അശ്വതിയുടെ ആദ്യ പാദത്തിൻ്റെ 3.25 നാഴിക,
അതേപോലെ രേവതിയുടെ അവസാനത്തെ 3.25 നാഴിക. ഈ സമയം രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാ? 7.5 നാഴിക. ഈ 7.5 നാഴിക എന്ന് പറയുന്ന അതികഠിനമായിട്ടുള്ള രണ്ടാമത്തെ ദോഷ സമയമാണ്. മനസ്സിലായി? അതേപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ലാസ്റ്റിലെ 3.25 നാഴിക, അതുപോലെ മൂലം നക്ഷത്രത്തിൻ്റെ 3.25 നാഴിക. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ എത്ര സമയമായി? 7.5 നാഴിക. അതുണ്ട്. അതുപോലെ തന്നെ പിന്നെ ആയില്യത്തിൻ്റെ അവസാനത്തെ 3.25 നാഴിക, അത് അതിലും മകത്തിൻ്റെ ആദ്യത്തെ 3.25 നാഴിക. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 7.5 നാഴികയായി. ഇതും അത് രണ്ടാമത്തെ സമയം തന്നെ. ഈ 7.5 നാഴികയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ 7.5 നാഴികയ്ക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് രണ്ടാമത്തെ ദോഷമുണ്ട്. രണ്ടാമത്തെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ജീവിച്ചിരിക്കില്ല. മൈ ഗോഡ്. ആ രണ്ടാമത്തെ ഈ ഏറ്റവും കൂടുതൽ കഠിനമായിട്ടുള്ള രണ്ടാമത്തെ 15 ഡിഗ്രി എന്ന് പറഞ്ഞു. ആ സമയത്ത് ജനിച്ചാലും ഇപ്പം അത് ഇതിന് ഔട്ട് സൈഡാണ്. 3.25 നാഴികയ്ക്ക് ഔട്ട് സൈഡിലായിരിക്കും വരുന്നത്. പക്ഷേ ഇതാണ് ഏറ്റവും കഠിനമായിട്ടുള്ള സമയം, 7.5 നാഴിക. രേവതിയുടെ അവസാനവും അശ്വതിയുടെ തുടക്കവും അത് രണ്ടും കൂടെ ചേരുന്ന സമയത്താണ് നമ്മൾ 7.5 നാഴിക എടുക്കുന്നത്. ആ കുട്ടിക്ക് ജനിക്കുന്ന കുട്ടിയും തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അവസാന നാഴികയും മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യ 3.25 നാഴികയും കൂട്ടി 7.5 നാഴികയ്ക്ക് ജനിക്കുന്ന കുട്ടിയും ആയില്യം നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗവും അതായത് 3.25 നാഴികയും മകത്തിൻ്റെ 3.25 നാഴികയ്ക്ക് ജനിക്കുന്ന കുട്ടിക്കും രണ്ടാമത്തെ ദോഷം ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ മരിക്കും. ചിലപ്പോൾ അതിപ്പോൾ എല്ലാം ഈ മരണമെന്ന് പറയുന്നത് നമുക്ക് ദൈവനിശ്ചിതമാണ്. അപ്പോൾ അത് ചിലപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് നല്ല അഡ്വാൻസ്മെൻറ്റ്, മെഡിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ ഉള്ള കാര്യമാണ്. ഏതെങ്കിലും രോഗം വന്നിട്ടായിരിക്കും മരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ കുട്ടി രക്ഷപ്പെട്ടു പോയാൽ ആ കുട്ടിയുടെ ഭാഗ്യമാണ്. കാരണം ആ കുട്ടി വളരെ പ്രതാപശാലിയായിട്ട് വരും, രാജതുല്യനായിട്ട് പദവിയിലെത്തുകയും ചെയ്യും. പിന്നെ അയാളെ പിടിച്ചാൽ കിട്ടില്ല. അത്രമാത്രം ഐശ്വര്യമുള്ളവനായിരിക്കും ആ സമയത്ത് ജനിച്ച് രക്ഷപ്പെട്ടു വരുന്ന. പക്ഷേ അയാളുടെ കുലം മുഴുവൻ നശിക്കും. അച്ഛനും അമ്മയ്ക്കും അത് ആഘാതം ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്നിൽ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക്, ഇല്ലെങ്കിൽ അവൻ്റെ കുലത്തിന് തന്നെ ദോഷം വരുന്ന ഒരു ദോഷമാണ് ഈ ഗണ്ടാത്ത ദോഷം എന്ന് പറഞ്ഞാൽ. അപ്പം ആ നക്ഷത്രം നമ്മൾ വളരെ സൂക്ഷിക്കുക. പക്ഷേ ആ സമയത്ത് മാത്രമേ ഉള്ളൂ. ഈ 7.5 നാഴികയാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് വളരെ ദോഷം പറ്റുക. ഇതേപോലെ ഇതിപ്പം നമ്മൾ 6 നക്ഷത്രത്തിൻ്റെ കാര്യം പറയും. ഇതേപോലെ ദോഷമുള്ള പല നക്ഷത്രങ്ങളും ഉണ്ട്. പക്ഷേ ഇത്രയും കഠിനമായിട്ട് ദോഷം കൂടുതലുള്ള നക്ഷത്രങ്ങൾ പറ്റില്ല. എല്ലാത്തിനും ഉണ്ട്. ഇപ്പോൾ പുരാടത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജയിച്ച് ദോഷമുണ്ടോ? മനസ്സിലായി? അങ്ങനെ ചില നക്ഷത്രങ്ങൾക്ക് ദോഷമുണ്ട്. ഉത്തരത്തിൽ അതൊക്കെ ദോഷമുള്ള നക്ഷത്രങ്ങളാണ് ഇതെല്ലാം. ഗണ്ടാന്തക ദോഷത്തിന് ശരിക്കും എന്തെങ്കിലും പരിഹാരമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പരിഹാരം ഇല്ലല്ലോ, ജനിച്ചില്ലേ, ഒന്നുമില്ല അല്ലേ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. നമുക്കിവിടെ അതിന് നമ്മുടെ ഈ ഗ്രഹനില എന്ന് പറഞ്ഞ് കഴിഞ്ഞ സാരം ദൈവം വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റില്ല. കാരണം ദൈവം തന്നെയാണ് ആ കുട്ടിയെ ജനിപ്പിച്ച് ആ കുട്ടിയെ ഒരു സമയത്ത് ജനിച്ചു. ആ സമയത്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ആ സമയത്ത് ഉദിച്ചു നിൽക്കുന്ന രാശികളെ ഉദിച്ചു നിൽക്കുന്ന ഗ്രഹങ്ങളെ നോക്കിയാണ് നമ്മൾ ഈ ഫലം പറയുന്നത്. അതൊരിക്കലും മാറില്ല. ദൈവം വിചാരിച്ചാലും മാറില്ല. അതനുസരിച്ച് നമ്മൾ മരണം പ്രവചിച്ചാൽ ആ മരണം അങ്ങനെ നടന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ആ രണ്ടാമത്തെ ദോഷത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി മരിച്ചിരിക്കണം. മരിച്ചില്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയാൽ അയാൾ വലിയ പ്രതാപിയായിട്ട് മാറും. ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ കെ ഹരിഹരനെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയോ ഒരു ഹായ് അയയ്ക്കുകയോ ചെയ്യുക. ഡോക്ടർ കെ ഹരിഹരനെ നേരിട്ട് ABC ജ്യോതിഷത്തിലൂടെ ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.